ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചിക്കന് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സവോളയാണ് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവണ്ട, ഇത് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലില്ലാത്ത മാംസഭാഗം മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരേക്കും മാത്രം 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ ആ ഒരു കിഴങ്ങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മുടെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒരു 2 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിക്സിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമൂസ ഷീറ്റിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഷീറ്റ് മടക്കിയിട്ട് ഇതുപോലെ അതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനൊക്കെ. പുതിയതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് കണ്ടിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതിനുള്ളിലേക്ക് ആ ഒരു മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല മടക്കി കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മറ്റേ അറ്റം മടക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് മൈദാമാവ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ച് മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഷീറ്റിൽ ഇത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവുകയില്ല. ഇനി ഈ ഒരു ഭാഗത്തു കൂടി നമ്മൾ ഇതുപോലെ ഈ മാവ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു അറ്റ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഈ ഒരു അറ്റ ഭാഗം ഇതുപോലെ മൂലയാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഒന്നുകൂടി അത് മടക്കി കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരുപാട് നിറയെ വെച്ച് കൊടുക്കാതെ കുറച്ച് മാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു വക്ക് ഭാഗത്ത് നമ്മൾ മൈദാമാവ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു വക്ക് ഭാഗത്ത് കൂടി ഈ ഒരു മൈദാമാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഈ ഒരു ഷീറ്റ് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ രണ്ടാമത്തെയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിലുള്ള മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഒരു 4-5 സെക്കൻഡ് ആ ഒരു ഭാഗം കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം.
ഈ ഒരു മുകൾ ഭാഗത്തിന്റെ വേവ് കറക്റ്റ് ആണ്. ഇതേപോലെ താഴ്ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 2 സെക്കൻഡ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സമൂസ റെഡിയായി കിട്ടി. ഇനി ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.